CBI അന്വേഷണത്തിൽ നിന്നും കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ രക്ഷിക്കാൻ മമതാ ബാനർജി നടത്തിയ നീക്കത്തിന് തിരിച്ചടി. കേസിൽ രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും കോടതി വ്യക്തമാക്കി. നിഷ്പക്ഷ സ്ഥലമെന്ന നിലയിൽ ഷില്ലോങ്ങിലാകും ചോദ്യം ചെയ്യൽ. അതേസമയം കോടതിയലക്ഷ്യ ഹർജികളിൽ ബംഗാൾ ചീഫ് സെക്രട്ടറി, DGP രാജീവ് കുമാർ എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. CBI അന്വേഷണത്തിൽ നിന്നും കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ രക്ഷിക്കാൻ മമതാ ബാനർജി നടത്തിയ നീക്കമാണ് തിരിച്ചടിയിൽ അവസാനിച്ചത്. രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ചോദ്യം ചെയ്യൽ ഷില്ലോങ്ങിൽ വേണമെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പേരിൽ അറസ്റ്റോ ബലപ്രയോഗമോ പാടില്ലെന്നും കോടതി പറഞ്ഞു. ബംഗാളിൽ ക്രമസമാധാനം തകർന്നു. കേന്ദ്ര പോലീസിനെ സംസ്ഥാന പോലീസ് ആക്രമിച്ചു. രാജീവ് കുമാർ പ്രധാന തെളിവുകൾ പ്രതികൾക്ക് തിരിച്ചു നൽകി. പിടിച്ചെടുത്ത ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചില്ല. കോൾ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്തുവെന്നും CBIക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ വാദിച്ചു. കേസിൽ രാജീവ് കുമാർ പ്രതിയല്ല, അന്വേഷണം നടത്തുക മാത്രമാണ് ചെയ്തത്. ഇതിന്റെ പേരിൽ നിരവധി നോട്ടീസുകൾ അയച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നു. കേസിൽ CBIക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെന്നിരിക്കെയാണ് CBI നാടകീയ നീക്കങ്ങൾ നടത്തിയത് എന്ന് ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വിയും വാദിച്ചു. അതേസമയം കോടതിയലക്ഷ്യ ഹർജിയിൽ ബംഗാൾ ചീഫ് സെക്രട്ടറി, DGP രാജീവ് കുമാർ എന്നിവർക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഫെബ്രുവരി 18-നകം മറുപടി നൽകണം. മറുപടിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ധാർമ്മിക വിജയം തങ്ങൾക്കാണെന്നായിരുന്നു മമതാ ബാനർജിയുടെ പ്രതികരണം. हर आदमी PM बनेगा, ऑल द सिटीजन ऑफ दिस कंट्री अगेंस्ट मोदी. एक मोदी नहीं चाहिए, हमारा बिलियंस ऑफ पीपल है और जनता का सरकार होगा. ऑल द पीपल आर एंटाइटल्ड फॉर प्राइम मिनिस्टर. ജുഡീഷ്യറിയെയും മറ്റ് സ്ഥാപനങ്ങളെയും ബഹുമാനിക്കുന്നതായും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBIക്ക് മുൻപിൽ കൊൽക്കത്ത കമ്മീഷണർ ഹാജരാകണമെന്ന സുപ്രീം കോടതി വിധി അന്വേഷണത്തിന്റെ ഭാഗമെന്ന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കണം. മമതയും BJPയും ചേർന്ന് രാഷ്ട്രീയ ഫുട്ബോളാണ് കളിക്കുന്നതെന്നും പ്രകാശ് കാരാട്ട് കണ്ണൂരിൽ പറഞ്ഞു. We want the investigation to proceed. This is not to be a full political football between Modi and Mamta. Modi government also has not been seriously pursuing this investigation because some of the Trinamool leaders joined the BJP. Mukul Roy is one of those who was targeted by the CBI investigation. After he joined the BJP, they have stopped investigating him. Hemanta Biswa Sarma, Assam, he was also being investigated. He has become BJP leader now. So they are not pursuing the investigation. So we want the investigation to go on smoothly. But CBI should also act in a manner. It can't act in an authoritarian fashion. It cannot bypass the state government. Modi government should not use this as a political weapon. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വ്യോമസേന കേരളത്തിന് ബിൽ നൽകിയെന്ന് കേന്ദ്രം. 102.6 കോടി രൂപ വരുന്ന ബില്ലാണ് കേന്ദ്രത്തിന് കേരളം നൽകേണ്ടത്. നാവികസേനയുടെ ബില്ലും തയ്യാറാകുന്നതായും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ഓഗസ്റ്റിൽ കേരളത്തെ തകർത്ത പ്രളയത്തിൽ സഹായിച്ചതിന് കണക്ക് പറയുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വ്യോമസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിന് 102.6 കോടി രൂപ വേണമെന്ന് കേന്ദ്രം. ഇതിന്റെ ബിൽ വ്യോമസേന കേരളത്തിന് നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സുഭാഷ് ബംറ രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. വിശദമായ വിവരങ്ങളും ബില്ലിലുണ്ട്. പ്രളയ സമയത്ത് 517 തവണ വ്യോമസേന വിമാനങ്ങൾ ഉയർന്നു പൊങ്ങി. 3787 പേരെ രക്ഷിച്ചു. 1350 ടൺ വിതരണം ചെയ്തു. ഹെലികോപ്റ്ററിന്റെ കണക്കുമുണ്ട്. 634 തവണയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. 584 പേരെ രക്ഷിക്കുകയും 247 ടൺ സാധനങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുകയും ചെയ്തു. ജീവൻ രക്ഷിച്ച അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിനാണ് ബിൽ. ആർമിയും നാവികസേനയും സമാനമായ ബില്ലുകൾ തയ്യാറാക്കുന്നതായും ആഭ്യന്തര സഹമന്ത്രി വ്യക്തമാക്കി. നേരത്തെ പ്രളയ സമയത്ത് നൽകിയ അരിക്കും മണ്ണെണ്ണയ്ക്കും കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം കണക്ക് പറഞ്ഞു ബിൽ നൽകിയിരുന്നു. വിദേശ സഹായം കേരളത്തിന് ലഭിക്കുന്നത് കേന്ദ്രം തടഞ്ഞതും ഏറെ വിവാദമായിരുന്നു. പ്രളയ ദുരിതാശ്വാസത്തിനായി സ്വന്തം നിലയ്ക്ക് വിഭവസമാഹരണം നടത്തുന്ന കേരളത്തിന് വൻ ബാധ്യതയുണ്ടാക്കുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ബില്ലുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. അടുത്ത കാലത്തൊന്നും BJP കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നില്ലെന്ന് രാജഗോപാൽ MLA നിയമസഭയിൽ. രാജഗോപാലിന്റെ പ്രസ്താവന 2021 കേരളം പിടിക്കുമെന്ന അമിത്ഷായുടെ പ്രസ്താവന നിലനിൽക്കെ. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, 2021 കേരളം പിടിക്കുമെന്ന BJPയുടെ ക്യാമ്പയിൻ പുരോഗമിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് രാജഗോപാൽ MLAയുടെ
പ്രസ്താവന? ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം ഇങ്ങനെ നിയമസഭയിൽ പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്? തീർച്ചയായും ജോർജറ്റ്, ഇന്നിപ്പോൾ നിയമസഭയിൽ കേരള ധനവിനിയോഗ ബില്ലിന്റെ ചർച്ചയ്ക്കിടയിലാണ് BJP MLA ഒ രാജഗോപാലിന്റെ ഇത്തരത്തിൽ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് BJP ഇതുവരെ കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടില്ല, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അടുത്തൊന്നും വരാനുള്ളൊരു സാധ്യതയും ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഇടയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, നേരത്തെ തന്നെ 2021 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിൽ അധികാരത്തിൽ വരും എന്നൊരു പ്രഖ്യാപിത ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്നൊരു നിലപാടായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ എന്താണ് സംസ്ഥാനത്തെ സ്ഥിതിയെന്നും സംസ്ഥാനത്തെ സാഹചര്യം അനുസരിച്ച് BJPയുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് സമ്മതിക്കുന്നതുമാണ്. സ്വയം അവർ സമ്മതിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. കാരണം ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇതുവരെ സംസ്ഥാനത്ത് അധികാരത്തിൽ BJP വന്നിട്ടില്ല, അതോടൊപ്പം തന്നെ ഇനി വരാനുള്ളൊരു സാധ്യതയും ഉണ്ടാകില്ല എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. കേന്ദ്ര നേതാക്കൾ, പ്രത്യേകിച്ചും അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് എത്തിക്കൊണ്ട് വലിയ രീതിയിൽ പ്രചരണങ്ങൾ നടത്തുന്നു. പ്രത്യേകമായ അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. അതിനുവേണ്ടി വലിയ തോതിൽ സംഘർഷം വരെ ഉണ്ടാക്കുന്ന ഒരു സാധ്യത, ആ രീതിയിൽ കാര്യങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു കുറ്റസമ്മതം, പ്രത്യേകിച്ചും അവരുടെ സ്ഥിതി എന്താണ് എന്നറിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, ഒ രാജഗോപാലിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഷീജ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിൽ UDFും BJPയും തമ്മിലാണ് പ്രധാന പോരാട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണ് പോരാട്ടം എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ ഒ രാജഗോപാലിന്റെ ഈ സ്വയം തിരിച്ചറിവ്, അത് കേന്ദ്ര നേതാക്കൾ അമിത്ഷാ അടക്കമുള്ളവരുടെ ലക്ഷ്യങ്ങളോടുള്ള ഒരു മറുപക്ഷം കൂടിയല്ലേ? തീർച്ചയായും ജോർജറ്റ്, നമുക്കറിയാം, പ്രത്യേകിച്ചും ശബരിമല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക, സംസ്ഥാന വ്യാപകമായി അക്രമ പരമ്പര അഴിച്ചുവിടുക, ആ രീതിയിൽ വലിയ തോതിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള ചില അണിയറ നീക്കങ്ങൾ, അതിനു വേണ്ടിയിട്ട് തന്നെയായിരുന്നു BJPയുടെ ശ്രമം. അതിനുവേണ്ടി തന്നെയാണ് നമുക്കറിയാം BJPയുടെ ദേശീയ നേതാക്കൾ നിരവധി തവണയാണ് കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അമിത്ഷാ തന്നെ നേരിട്ട് നിരവധി തവണ കേരളത്തിലേക്ക് രഹസ്യ സന്ദർശനങ്ങൾ നടത്തുന്നു, പ്രത്യേകമായ യോഗങ്ങൾ നടത്തുന്നു. ഇവിടെ കൃത്യമായ രീതിയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഏത് രീതിയിൽ പ്രവർത്തിക്കണം, ഏത് രീതിയിലുള്ള അണിയറ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള കാര്യങ്ങൾ പ്രത്യേകമായി സെറ്റ് ചെയ്യാൻ വേണ്ടി ആ രീതിയിലുള്ള നിരവധി യോഗങ്ങൾ ഇതിനോടകം തന്നെ അവർ ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം 2021 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിൽ വരിക എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് അമിത്ഷാ അടക്കം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ സംസ്ഥാനത്തിൽ എന്താണ് സംസ്ഥാനത്ത് BJPയുടെ അവസ്ഥ എന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഒ രാജഗോപാൽ ഇന്നിപ്പോൾ നിയമസഭയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. വ്യക്തമാണ്. കേരളത്തിൽ അടുത്ത കാലത്തൊന്നും BJP അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് നിയമസഭയിൽ ഒ രാജഗോപാൽ MLA പറഞ്ഞിരിക്കുന്നു. വിവരങ്ങളാണ് ഷീജ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചു കീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു ഭാഗം ഡൽഹിയിലേക്കും അയക്കണമെന്ന വിവാദ പ്രസംഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് കൊല്ലം തുളസി ഇന്ന് സ്റ്റേഷനിൽ കീഴടങ്ങിയിരിക്കുന്നത്. തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് സ്റ്റേഷന് മുമ്പിൽ തടിച്ചുകൂടിയവർ അദ്ദേഹത്തെ കൂക്കി വിളിച്ചു. രാവിലെ 9 മണിയോടെയാണ് അഭിഭാഷകനൊപ്പം കൊല്ലം തുളസി ചവറ CI ചന്ദ്രദാസിന് മുന്നിൽ ഹാജരായത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി നീണ്ടകര ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്റ്റുഡിയോയിൽ കൊല്ലം തുളസിയുടെ ശബ്ദരേഖ റെക്കോർഡ് ചെയ്യുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയ കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള നയിച്ച ശബരിമല സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകാനായി ചവറയിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് കൊല്ലം തുളസി സ്ത്രീ സമൂഹത്തിന് അപമാനകരമായ രീതിയിൽ പ്രസംഗം നടത്തിയത്. ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചു കീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു ഭാഗം ഡൽഹിയിലേക്കും അയക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ പരാമർശം. കൊല്ലം തുളസിക്കെതിരെ DYFI ചവറ ബ്ലോക്ക് കമ്മിറ്റിയാണ് പോലീസിൽ പരാതി നൽകിയത്. കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി എത്രയും വേഗം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ 1.5 വർഷത്തോളം പീഡിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് OM ജോർജ് പോലീസിൽ കീഴടങ്ങി. മുൻ DCC ജനറൽ സെക്രട്ടറിയും ബത്തേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ജോർജിന്റെ പേരിൽ പോക്സോ, ആദിവാസി പീഡനം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിരുന്നു. ഒളിവിലായിരുന്ന ജോർജ് മാനന്തവാടി DYSPക്ക് മുന്നിലാണ് കീഴടങ്ങിയത്.
പണിയ വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ ജോർജ് ബലപ്രയോഗത്തിലൂടെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. ഇയാൾ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണിൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കിടപ്പുമുറിയിലും കാപ്പിത്തോട്ടത്തിലും ലൈംഗികമായി പീഡിപ്പിച്ചതായും പെൺകുട്ടി മൊഴി നൽകിയിരുന്നു. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈന് പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തായത്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രിയുടെ വിശദീകരണം തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ. ദേവസ്വം കമ്മീഷനുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം വിശദീകരണം പരിശോധിക്കുമെന്നും പത്മകുമാർ പറഞ്ഞു. അതെ, മാധ്യമങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അദ്ദേഹവും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാൻ കണ്ടിട്ടില്ല. അത് കമ്മീഷണറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ അതിൻ്റെ റിപ്പോർട്ടൂടെ വെച്ചിട്ട് അദ്ദേഹം ബോർഡിന് തരണം. ബോർഡിന് തന്നു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോർഡ് ചർച്ച ചെയ്യും. പ്രത്യേക സാഹചര്യത്തിലാണ് ശുദ്ധിക്രിയ നടത്തുന്നതെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അതേ നമ്മൾ പറഞ്ഞുള്ളൂ, അതേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞെന്താന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പറയാം. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. 55 പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീം കോടതിക്ക് മുമ്പിൽ വരുന്നത്. റിട്ട് ഹർജികൾ നാളെ പരിഗണിക്കില്ല. സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ വന്ന 55 പുനഃപരിശോധനാ ഹർജികൾ നാളെ തുറന്ന കോടതിയിൽ പരിഗണിക്കും. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായി ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവർ അംഗങ്ങളായ ഭരണഘടനാ ബെഞ്ചാണ് കേസ് കേൾക്കുക. ജനുവരി 22-ന് കേസ് പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. 4 റിട്ട് ഹർജികളും കോടതിക്ക് മുമ്പിലുണ്ട്. പക്ഷേ പുനഃപരിശോധനാ ഹർജികളിൽ തീരുമാനമായ ശേഷമേ അതിലേക്ക് കടക്കൂ. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന വിവിധ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിക്കെതിരെയും ഹർജിയുണ്ട്. ഇവ നാളത്തെ തീരുമാനത്തിന് ശേഷമായിരിക്കും കോടതി പരിഗണിക്കുക. ശബരിമല തന്ത്രി NSS പന്തളം കൊട്ടാരം തുടങ്ങിയവരൊക്കെയാണ് പുനഃപരിശോധന ഹർജികൾ നൽകിയിരിക്കുന്നത്. ഹർജികളിലെ മെരിറ്റിലേക്ക് കടക്കുക എന്നതിനപ്പുറം പരിഗണിക്കണമോ വേണ്ടയോ എന്നതായിരിക്കും പ്രധാനമായും കോടതി പരിശോധിക്കുന്നത്. അതിനുശേഷം മാത്രമേ വിശദമായ വാദത്തിലേക്ക് കടക്കൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികളെ എതിർത്ത് സുപ്രീം കോടതിയിൽ ഹർജി. പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കരുതെന്നാണ് ഈ ഹർജിയിലെ ആവശ്യം. ബിന്ദു, കനകദുർഗ, രേഷ്മ, ഷനില എന്നിവരാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. പുനഃപരിശോധനാ ഹർജികളിൽ കക്ഷി ചേർക്കണം. ഈ മാസം നട തുറക്കുമ്പോൾ ദർശനം നടത്താൻ സൗകര്യം വേണം എന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ തന്ത്രി കണ്ഠരര് രാജീവർക്ക് എതിരായ കോടതി അലക്ഷ്യ ഹർജി പുനഃപരിശോധനാ ഹർജികൾക്കൊപ്പം കേൾക്കണം എന്ന് അഭിഭാഷകൻ PV ദിനേശ് ആവശ്യപ്പെട്ടു. സ്ത്രീ പ്രവേശനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയുടെ നടപടി കോടതി അലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗീനാകുമാരി, വർഷ എന്നിവരായിരുന്നു ഹർജി നൽകിയത്. നാളെ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയിൽ ഉണ്ടാകണമെന്ന് കോടതി PV ദിനേശിന് നിർദ്ദേശം നൽകി. നവോത്ഥാന സമിതി വിപുലീകരിച്ചു. ക്രിസ്ത്യൻ മുസ്ലിം സമുദായ സംഘടനകളെ കൂടി ഉൾപ്പെടുത്തിയാണ് സമിതി വിപുലീകരിച്ചത്. നവോത്ഥാന സമിതി മാർച്ച് 10 മുതൽ 15 വരെ സംസ്ഥാനത്ത് ബഹുജന സംഗമങ്ങൾ സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരുകയാണ്. റിനു, സമിതി കൂടുതൽ സംഘങ്ങളെ ഉൾപ്പെടുത്തി വിപുലീകരിച്ചിരിക്കുന്നു. ബോധവൽക്കരണ സന്ദേശങ്ങൾ ഉൾപ്പെടെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ബഹുജന കൂട്ടായ്മകൾ നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ജോർജറ്റ്, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ യോഗം വിളിച്ചു ചേർത്തത്. നമുക്കറിയാം, ആദ്യമായി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ യോഗം ചേരുമ്പോൾ 170ഓളം നവോത്ഥാന സംരക്ഷണ സംഘടനകളാണ് ഇതിൽ പങ്കെടുത്തത്. എന്നാൽ ഇതിൽ ചില ക്രൈസ്തവ ഇസ്ലാം സംഘടനകളെ ഇല്ല എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടാകുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് അന്ന് എല്ലാവരെയും ക്ഷണിച്ചിരുന്നതാണ്. പക്ഷേ എങ്കിൽ പോലും 193ഓളം സംഘടനകളെ ക്ഷണിച്ചതിൽ 170ഓളം നവോത്ഥാന സംഘടനകൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത്. എന്നാൽ ബാക്കി ഇസ്ലാം, ക്രൈസ്തവ സംഘടനകൾ കൂടി ചേർന്നാണ് ഇന്ന് വിപുലീകരണ യോഗം ചേർന്നത് തിരുവനന്തപുരത്ത്. രാവിലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നതിന് ശേഷം മുഖ്യമന്ത്രി അവിടെ നിന്ന് മടങ്ങി ശേഷം ഈ സെക്രട്ടേറിയറ്റ്, അതായത് 9 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഈ സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുള്ളത്. ഇതിൽ പുതിയ എത്തിയവരെയും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു യോഗം ചേരും എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനായിട്ടുള്ള വെള്ളാപ്പള്ളിയും
അതുപോലെ തന്നെ കൺവീനറായിട്ടുള്ള പുന്നല ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മാർച്ച് 10 മുതൽ 15 വരെ സംസ്ഥാനത്ത് ഒരു ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ വേണ്ടി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനിയും വരാമെന്നുള്ളവരെ സ്വീകരിക്കും, ഒരു കാരണവശാലും അവരെ മാറ്റി നിർത്തില്ല. ഇനി ആർക്ക് വേണമെങ്കിലും നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് വേണമെങ്കിലും സമിതിയിലേക്ക് എത്താമെന്നുള്ള ഒരു തീരുമാനവും യോഗത്തിൽ എടുത്തു. ഒപ്പം നവകേരളം നിർമ്മാണം നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാകണം എന്നും ഇതിനായി സർക്കാരിനൊപ്പം നിൽക്കുവാനും യോഗത്തിൽ തീരുമാനമായി. എന്തായാലും ഈ മാസം 11-ാം തീയതി ഒരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വെച്ച് കൃത്യമായി തന്നെ ഈ പുതിയതായി എത്തിയ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് വിപുലീകരിക്കാനും ഉള്ള ഒരു തീരുമാനവും ആയിട്ടുണ്ട്. ക്രൈസ്തവ ഇസ്ലാം സംഘടനകളുടെ നിരവധി അംഗങ്ങളാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ പങ്കെടുത്തത്. വ്യക്തമാണ്. കൂടുതൽ സംഘങ്ങളെ കൂടി ഉൾപ്പെടുത്തി നവോത്ഥാന സമിതി വിപുലീകരിച്ചിരിക്കുന്നു. റിനു ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പരിസ്ഥിതിക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ദോഷകരമാകാത്ത രീതിയിൽ ഖനനം നടത്തുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. ഖനനം കൊണ്ടാണ് തീരശോഷണം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ആലപ്പാട്ട് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സമരക്കാരെ മന്ത്രി കുറ്റപ്പെടുത്തിയെന്ന് ആരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ആലപ്പാട് പഞ്ചായത്തിൽ 500 മീറ്ററിൽ മാത്രമാണ് കടൽഭിത്തി ഇല്ലാത്തതും IRAയുടെ സീ വാഷിംഗ് നടന്നതും. 16.5 കിലോമീറ്ററിലും ശക്തമായ കടൽഭിത്തിയുണ്ട്. തീരശോഷണത്തിന് കാരണം കരിമണൽ ഖനനമല്ല, മറിച്ച് അണക്കെട്ടുകളാണെന്നും വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ PT തോമസിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി വ്യക്തമാക്കി. ഖനനം മത്സ്യസമ്പത്തിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്താണ് പ്രശ്നം എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് വിശദമായി പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആലപ്പാട് പ്രദേശത്തിലെ ജനങ്ങൾക്കുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ പരിശോധിച്ച് അവയ്ക്ക് പരിഹാരം കാണാം എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സംസ്ഥാനത്തിന്റെ പൊതു താൽപര്യത്തിനെതിരാണ് സമരമെന്നും ചിലരെ ഉപയോഗിച്ച് കരിമണൽ രാത്രിയിൽ ശേഖരിച്ചു കടത്തുന്നതായും മന്ത്രി പറഞ്ഞു. ഇത് തടഞ്ഞാൽ തന്നെ സമരം അവസാനിക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. അതേസമയം സമരക്കാരെ കുറ്റപ്പെടുത്തിയ നിലപാട് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ചും സമരക്കാരെ കുറ്റപ്പെടുത്തിയ മന്ത്രിയുടെ നിലപാടിൽ പ്രതിഷേധിച്ചും പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുന്നു. 120 രൂപ കൂടിയാൽ സ്വർണ്ണവില 25,000 രൂപയിലെത്തും. സംസ്ഥാനത്ത് സ്വർണം ഗ്രാമിന് 3,110 രൂപയും പവന് 24,880 രൂപയുമാണ്. ആഗോള വിപണിയിൽ വിലവ്യതിയാനമുണ്ടായതാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പൊന്നാനിപ്പേടിയിൽ മുസ്ലിം ലീഗ് മണ്ഡലം പിടിക്കാൻ LDF കളത്തിലിറങ്ങിയതോടെ മറുതന്ത്രങ്ങൾ തേടുകയാണ് മുസ്ലിം ലീഗും UDF-ഉം. ET മുഹമ്മദ് ബഷീറിനെ തുടർന്നും പരീക്ഷിക്കുന്നത് അപകടമാകുമെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതൃത്വം. മുസ്ലിം ലീഗിന്റെ കോട്ടയായിരുന്ന പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ 2009-ൽ ET മുഹമ്മദ് ബഷീർ വിജയിച്ചത് 82,684 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു. എന്നാൽ 2014-ൽ ഇത് 25,410 വോട്ടായി കുറഞ്ഞു. തുടർന്നെത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പിന്നോട്ട്. ചരിത്രത്തിൽ ആദ്യമായി താനൂർ കൈവിടുകയും ചെയ്തു. കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചുപോയി തുടങ്ങിയത് ലീഗ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കി. മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊന്നായ പൊന്നാനി ഇപ്രാവശ്യം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമായിരിക്കുമെന്നതിൽ ഒരു സംശയം വേണ്ട. കാരണം കഴിഞ്ഞ വർഷം തന്നെ വളരെ കീനായൊരു ബാറ്റിൽ നടന്ന മണ്ഡലമാണ് പൊന്നാനി. LDF-നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രതീക്ഷയും UDF-നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് അഭിമാനത്തിൻ്റെയും ഒരു വിഷയമാണ് പൊന്നാനി. ഈട്ടിയെ തുടർന്നും പൊന്നാനിയിലിറക്കി രക്ഷപ്പെടാനാവില്ലെന്ന കണക്കുകൂട്ടലിലാണ് ലീഗ് നേതൃത്വം. മണ്ഡലം പിടിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി ഇടതുമുന്നണി മണ്ഡലത്തിലിറങ്ങിക്കഴിഞ്ഞു. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ തവനൂരും താനൂരും പൊന്നാനിയും ചെങ്കൊടിക്ക് കീഴിലാണ്. തവനൂരിൽ KT ജലീലിന്റെ ഭൂരിപക്ഷം 17,604, പൊന്നാനി P ശ്രീരാമകൃഷ്ണന് 15,640-ഉം താനൂരിൽ V അബ്ദുറഹ്മാന് 4,918 വോട്ടിന്റെയും ലീഡ്.
തിരൂരങ്ങാടി, കോട്ടക്കൽ, തിരൂർ, പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന തൃത്താല മണ്ഡലങ്ങളാണ് UDF-നൊപ്പം നിന്നത്. ബനാത്ത് വാലയും സേട്ടു സാഹിബും ഇ അഹമ്മദുമെല്ലാം ജയിച്ചുപോയ മണ്ഡലത്തിൽ തിരിച്ചടിയുണ്ടായാലുള്ള നാണക്കേട് മുസ്ലിം ലീഗിന് ചെറുതല്ല. 1962 മണ്ഡലം രൂപീകരിച്ച ആദ്യ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയുടെ ചന്താരകം ഇമ്പിച്ചി ബാവ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ജയിച്ചിട്ടുണ്ട്. ചരിത്രം വഴിമാറിയാൽ അത്ഭുതപ്പെടാനില്ലെന്ന് ചുരുക്കം. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയിൽ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ 4 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 2000 വീടുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുന്നത്. അതിൽ കോട്ടയം ജില്ലയിൽ 83 ഗുണഭോക്താക്കൾക്കാണ് കെയർ ഹോം പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുക. സംസ്ഥാന കെയർ ഹോം പദ്ധതിയുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ കുമരകത്ത് 500 ചതുരശ്ര അടി വിസ്തീർണമുള്ള 4 വീടുകളാണ് പൂർത്തീകരിച്ചത്. സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പ്രാദേശിക സഹകരണ ബാങ്കുകൾക്കാണ് ഭവന നിർമ്മാണത്തിന്റെ ചുമതല. 5 ലക്ഷം രൂപയാണ് ഒരു വീടിന് അനുവദിക്കുന്നത്. കോട്ടയം ജില്ലയിൽ 83 ഗുണഭോക്താക്കൾക്കാണ് കെയർ ഹോം പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുന്നത്. ജോയിന്റ് രജിസ്ട്രാർ M ബിനോയ് കുമാർ കോട്ടയം താലൂക്കിലെ വീടുകളുടെ നിർമ്മാണം വിലയിരുത്തി. ഈ വീടുകളെല്ലാം തന്നെ പ്രളയത്തെയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് കഴിവുള്ള രീതിയിലുള്ള വീടുകളാണ്. അത് RIT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പാമ്പാടി അവരാണ് ഇതിൻ്റെ മുഖ്യമായ സാങ്കേതിക സഹായം നൽകുന്നത്. വൈക്കം താലൂക്കിൽ 60ഉം കോട്ടയം താലൂക്കിൽ 13ഉം ചങ്ങനാശ്ശേരി താലൂക്കിൽ 10ഉം വീടുകളാണ് നിർമ്മിക്കുക. ഈ മാസം 20-ന് ജില്ലയിലെ 11 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കും. സംസ്ഥാനത്തെ 2500-ലധികം സഹകരണ സംഘങ്ങൾ 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ പദ്ധതിയിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രോ വോളിയിൽ ഇന്ന് കാലിക്കറ്റ് ഹീറോസ് മുംബൈ വോളിയെ നേരിടും. ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്ലാക്ക് ഹോക്സ് ഹൈദരാബാദിന് വിജയം. ചെന്നൈ സ്പോർട്സിനെ തോൽപ്പിച്ചാണ് ബ്ലാക്ക് ഹോക്സ് ഹൈദരാബാദ് വിജയം നേടിയത്. ബ്ലാക്ക് ഹോക്സ് ഹൈദരാബാദിന്റെ നായകൻ കാർസൺ ക്ലാർക്കാണ് കളിയിലെ താരം. സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ ജിംനേഷ്യമായ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. അത്യാധുനിക സംവിധാനത്തോടുകൂടി ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന ജിംനേഷ്യം കായികമന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഇറക്കുമതി ചെയ്ത ആധുനിക ഫിറ്റ്നസ് ഉപകരണങ്ങളാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. 50 പേർക്ക് ഒരേ സമയം വ്യായാമം ചെയ്യാൻ കഴിയുന്നതാണ് ഇവിടത്തെ സജ്ജീകരണങ്ങൾ. കായികമന്ത്രി EP ജയരാജൻ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തു. കായിക താരങ്ങളുടെ ശാരീരിക ക്ഷമതയ്ക്കൊപ്പം പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ജിംനേഷ്യം സ്ഥാപിച്ചതെന്ന് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ഈ സ്പോർട്സ് ലൈഫ് ഫിറ്റ്നസ് സെന്റർ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാണ്. ഏതാണ്ട് 400-ലധികം വരുന്ന ഇനങ്ങളിൽ ഇവിടെ പരിശീലനം നേടാൻ സാധിക്കും. നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിലാകെ ഈ കായിക രംഗത്ത് അതീവ താല്പര്യമാണ് കണ്ടുവരുന്നത്. രാവിലെ 5 മുതൽ 9 വരെയും വൈകിട്ട് 5 മുതൽ 11 വരെയുമാണ് ജിംനേഷ്യം തുറന്നു പ്രവർത്തിക്കുക. ഈ ഫിറ്റ്നസ് സെന്ററിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വിവിധ കായിക അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിപാലനത്തിനാണ് ഉപയോഗിക്കുക. കായിക യുവജന കാര്യാലയത്തിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് 54 ലക്ഷം രൂപ ചിലവിൽ ഫിറ്റ്നസ് സെന്റർ ഒരുക്കിയത്. വിദഗ്ധരായ ട്രെയിനേഴ്സിന്റെ സേവനം ഇവിടെ ലഭ്യമാണ്. ഇതുകൂടാതെ സംസ്ഥാനത്ത് 9 ജിംനേഷ്യം കൂടി സ്ഥാപിക്കാനാണ് കായിക വകുപ്പ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.